രാഹുൽ മാങ്കുളത്തിൽ എംഎൽഎക്കെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന് പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഉത്തരവ് നീട്ടിവെച്ചത് പുതിയ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കാനാണ്. ആദ്യ ബലാത്സംഗ കേസിൽ മാങ്കുളത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. വിവരങ്ങളുമായി രേണുക രാജേന്ദ്രൻ ചേരുന്നു. രേണുക, രാഹുൽ മാങ്കുളത്തിനെ സംബന്ധിച്ച് ഇന്ന് ഏറെ നിർണായകമായ ദിവസം തന്നെയാണ്. രാഹുലിന്റെ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ് വരികയാണ്. അതുപോലെ തന്നെ ആദ്യത്തെ ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയും ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അതുതന്നെയാണ് ദീപ്തി. എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിലിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം വളരെ നിർണായകമായ ഒരു ദിവസമാണ്. രാഹുൽ മാങ്കുട്ടത്തിൽ പ്രതിയായ 2 കേസുകളാണ് ഇന്ന് കോടതിക്ക് മുൻപാകെ ഇരിക്കുന്നത്. ഒന്ന് പത്തനംതിട്ട സെഷൻസ് കോടതിക്ക് മുൻപാകെയും ഒന്ന് ഹൈക്കോടതിക്ക് മുൻപാകെയുമാണ് ഇരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിലിനെ സംബന്ധിച്ചോളം ഇന്ന് ഏറെ നിർണായകമായ ഒരു ദിവസം എന്ന് വേണം പറയാൻ. ആദ്യത്തെ 2 കേസുകളിൽ നിന്നും അറസ്റ്റിൽ നിന്നും രക്ഷപ്പെട്ടുപോയ രാഹുൽ മാങ്കുട്ടത്തിൽ മൂന്നാമത്തെ കേസിൽ അറസ്റ്റിലാവപ്പെടുകയാണ്. ഇപ്പോൾ അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. ഏകദേശം 2 ആഴ്ച അദ്ദേഹം ഇപ്പോൾ ജയിലിൽ തുടരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. രാഹുൽ മാങ്കുട്ടത്തിൽ എംഎൽഎക്കെതിരായ മൂന്നാം ബലാത്സംഗ കേസിൽ ജാമ്യാപേക്ഷ ഉത്തരവ് ഇന്ന് പറയുകയാണ്. വിധി പറയുന്നത് പത്തനംതിട്ട സെഷൻസ് കോടതിയിലാണ് ഇന്ന് വിധി ഉണ്ടാവുക. രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ എന്തായാലും പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ ഇന്ന് വിധി പറയും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇത് മൂന്നാമത്തെ കേസിലാണ് എന്നുകൂടി മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഇന്ന് ഒന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ എന്തായാലും ഇത് സമർപ്പിച്ചിട്ടുണ്ട് എന്നുകൂടി അറിയുന്നുണ്ട്. എന്തായാലും 2 കേസുകളിലാണ് ഇന്നുള്ളത്. ഒന്നാമത്തെ കേസിൽ ഹൈക്കോടതിയും ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ പരിഗണിക്കുമ്പോൾ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ നിലവിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഇന്ന് എന്തായാലും പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ വിധി പറയും എന്നുകൂടി മനസ്സിലാക്കുന്നു. എന്തായാലും പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കുട്ടത്തിലിന് എതിരായ രീതിയിൽ ഒരു വിധി പറയുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും ഇത് ഹൈക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ്. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഹൈക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശക്തമായ രീതിയിലുള്ള ഡിജിറ്റൽ തെളിവുകളുടെ അഭാവത്തിലാണ് അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പോലും നിഷേധിക്കപ്പെട്ടത്. എന്തായാലും ആ രീതിയിൽ എന്തായാലും വീണ്ടും ഇന്ന് രാഹുൽ മാങ്കുട്ടത്തിന്റെ 2 കേസുകൾ പരിഗണനയിലിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും മൂന്നാമത്തെ കേസിൽ രാഹുൽ മാങ്കുട്ടത്തിൽ ഇന്ന് പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് ഇന്നെന്തായാലും ഹാജരാവുകയാണ്. അതിലെന്താണ് കോടതിയുടെ വിധി എന്നതാണ് എന്തായാലും കാത്തിരിക്കുന്നത്. ജാമ്യാപേക്ഷ ലഭിക്കുമോ എന്ന കാര്യത്തിൽ കൂടി എന്തായാലും അറിയേണ്ടതുണ്ട്. എന്തായാലും ശക്തമായ രീതിയിലുള്ള പ്രതിഭാഗം ശക്തമായ രീതിയിലുള്ള പ്രോസിക്യൂഷൻസ് ഒക്കെ സമർപ്പിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ഈ വിഷയത്തിൽ മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഈ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരായ ഒരു ഉത്തരവ് വരികയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതേ സംബന്ധിച്ചോളം ആദ്യത്തെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിൽ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ആ കേസിൽ ഇനി എന്താണ് പറയുക എന്ന് കൂടി എന്തായാലും കാത്തിരിക്കുകയാണ്. എന്തായാലും അതിജീവിത ശക്തമായ രീതിയിൽ തന്നെ എന്തായാലും കോടതിക്ക് മുമ്പാകെ പല വിവരങ്ങളും സമർപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ രീതിയിൽ ഒരു ലൈംഗിക സ്വഭാവം, ലൈംഗിക വൈകൃതം കാണിക്കുന്ന രാഹുൽ മാങ്കുട്ടത്തിൽ പുറത്തായാൽ ഒരു പക്ഷേ തങ്ങളുടെ നഗ്ന ചിത്രങ്ങൾ അടക്കമുള്ള വീഡിയോകളും ചിത്രങ്ങളും പ്രചരിപ്പിക്കും. തങ്ങൾക്ക് ഭീഷണി ഉണ്ടാകും. ഇനിയും ഒരുപാട് അതിജീവിതമാർ ഈ ഒരു വിഷയമായി രംഗത്തേക്ക് വരും എന്നുകൂടി എന്തായാലും പറയുന്നുണ്ട്. അവർക്ക് ഭീഷണി ഉണ്ടാകും, അതിജീവിതമാർക്ക് ഭീഷണി ഉണ്ടാകും. രാഹുൽ മാങ്കുട്ടത്തിലിന്റെ ഈ ഒരു ജാമ്യാപേക്ഷ പരിഗണനയിൽ വന്ന എന്നുകൂടി എന്തായാലും കോടതിക്ക് മുൻപാകെ നിൽക്കുന്നുണ്ട്. ദീപ്തി. ശരി. രാഹുൽ മാങ്കുളത്തിൽ എംഎൽഎക്കെതിരായ മൂന്നാം ബലാത്സംഗ കേസിലെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്നാണ്. പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷയിൽ വിധി പറയുക. ഉത്തരവ് നീട്ടിവെച്ചത് പുതിയ തെളിവുകളുടെ ആധികാരികത പരിശോധിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കുളത്തിലെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. രേണുക രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.